ഓരോ കേന്ദ്രത്തിലും ആവേശകരമായ സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ട് മധ്യകേരളത്തിലും ഇടത് സ്ഥാനാർത്ഥികളുടെ പര്യടനം പുരോഗമിക്കുകയാണ്. ഓരോ ഇടത്തും വോട്ടർമാരിൽ നിന്ന് ലഭിക്കുന്ന പിന്തുണ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചതായി സ്ഥാനാർത്ഥികൾ പ്രതികരിച്ചു. വൈപ്പിൻ നിയമസഭാ മണ്ഡലത്തിലാണ് എറണാകുളം ലോക്സഭാ മണ്ഡലം ഇടത് സ്ഥാനാർത്ഥി കെ.ജെ. ഷൈൻ ടീച്ചറുടെ ഇന്നത്തെ പര്യടനം. രാവിലെ മുനമ്പം ഹാർബറിൽ തൊഴിലാളികൾ സന്ദർശിച്ച് പ്രചരണം തുടങ്ങിയ ഷൈൻ ടീച്ചർ പള്ളിപ്പുറം, ചെറായി എന്നിവിടങ്ങളിലെത്തി വോട്ടർമാരെ കണ്ടു. പള്ളിപ്പുറത്ത് ഷൈൻ ടീച്ചർ പഠിപ്പിക്കുന്ന സെന്റ് മേരീസ് ഹൈസ്കൂളിലെത്തി സഹപ്രവർത്തകരെ കണ്ട് പിന്തുണ തേടി. അതോടൊപ്പം സാഹിത്യകാരനും തന്റെ ഗുരുനാഥനുമായ സിപ്പി പള്ളിപ്പുറത്തെ അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്ന് കണ്ട് അനുഗ്രഹം തേടി. അതേസമയം ചാലക്കുടി മണ്ഡലം LDF സ്ഥാനാർത്ഥി സി. രവീന്ദ്രനാഥ് ഇന്ന് സ്വകാര്യ സന്ദർശനങ്ങളുടെ തിരക്കിലാണ്. രാവിലെ ചാലക്കുടിയിൽ കലാഭവൻ മണി അനുസ്മരണ ചടങ്ങിലും പങ്കെടുത്തു. തൃശൂർ ലോക്സഭാ മണ്ഡലം ഇടത് സ്ഥാനാർത്ഥി VS സുനിൽകുമാർ ഗുരുവായൂർ, മണലൂർ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് സ്വകാര്യ സന്ദർശനം തുടരുകയാണ്. കോട്ടയം മണ്ഡലം LDF സ്ഥാനാർത്ഥി തോമസ് ചാഴികാടൻ രാവിലെ കല്ലറ, വെച്ചൂർ എന്നിവിടങ്ങളിലായിരുന്നു പര്യടനം നടത്തിയത്. ഉച്ചകഴിഞ്ഞ് വൈക്കം മേഖലയിലെ പര്യടനത്തിന് ശേഷം തലയോലപ്പറമ്പിൽ സമാപിക്കും. ഇടുക്കിയിലെ ഇടത് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് ഇന്ന് തൊടുപുഴ നിയോജക മണ്ഡലം കേന്ദ്രീകരിച്ചാണ് വോട്ടർമാരെ കാണുന്നത്. ആലപ്പുഴയിൽ LDF സ്ഥാനാർത്ഥി AM ആരിഫ് കായംകുളം നിയമസഭാ മണ്ഡലത്തിലും മാവേലിക്കര ലോക്സഭാ ഇടത് സ്ഥാനാർത്ഥി അരുൺകുമാർ കുട്ടനാട് മണ്ഡലത്തിലും പര്യടനം തുടരുകയാണ്. മധ്യകേരളത്തിലെ വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ബ്യൂറോ, കൊച്ചി.